ഞാൻ ബോറടിച്ചുകൊണ്ട് അമ്മയുടെ കടയിൽ നിന്ന് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ A to Z ഹൈപ്പർ മാർക്കറ്റിൽ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നൂഡിൽസിൻ്റെ റെസിപ്പി, ഒരു ഇൻസ്പയർഡ് നൂഡിൽസ് റെസിപ്പി ട്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നൂഡിൽസ് വാങ്ങിച്ചു. പിന്നെ സോസിൻ്റെ ആ സെക്ഷനിൽ പോയിട്ട് 2-3 സോസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വെജിറ്റബിൾസിൽ ഇതിൽ പോയിട്ട് കുറച്ച് വീട്ടിലുള്ള ആവശ്യമുള്ള സാധനങ്ങളും എടുത്തു. അത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾ സ്റ്റോറിൽ പോയിട്ട് ഒരു ക്യാപ്സിക്കം എടുത്തു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഉള്ളിയും സവോളയും ക്യാപ്സിക്കും ക്യാരറ്റും നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. നമുക്ക് ഇതിൽ എഗ് ആഡ് ചെയ്യാം, ചിക്കൻ ആഡ് ചെയ്യാം, ക്യാബേജ് ആഡ് ചെയ്യാം. ഞാൻ ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല. എനിക്കുള്ള ആവശ്യത്തിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കുറച്ച് നമ്മുടെ ആ ഒരു നൂഡിൽസിൻ്റെ ഇതിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിക്കുക. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. പിന്നെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ഗാർലിക് ഇട്ട് സവോള ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഈ സമയത്ത് നല്ല നൈസായിട്ട് അരിഞ്ഞ ക്യാരറ്റാണ് യൂസ് ചെയ്യേണ്ടത്, പക്ഷേ ഞാൻ കുറച്ച് വലുതായിട്ട് അരിഞ്ഞത്. പിന്നെ ക്യാപ്സിക്കം ഇടുക. പിന്നെ നല്ലപോലെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിടുക. നല്ലപോലെ സോട്ട് ചെയ്യണം കേട്ടോ. സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മളുടെ നൂഡിൽസൊക്കെ നല്ലപോലെ ആയി കാണും. അപ്പോൾ അതൊന്ന് ഡ്രൈൻ ചെയ്തെടുത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സോട്ട് ചെയ്ത് വെച്ചതിലോട്ട് നമ്മളുടെ ഗ്രീൻ ചില്ലി സോസും നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും പിന്നെ സോയ സോസും കുറച്ച് ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ലാസ്റ്റ് കുറേ എരിവാകാൻ പാടില്ല. നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നതാണ്, പക്ഷേ ഞാൻ ആഡ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഗ്രീൻ ചില്ലി സോസ് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് എരിവിന്. അപ്പം ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളുള്ള ഈ നൂഡിൽസ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചത് ഇതിലോട്ടിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യാം, പക്ഷേ അതൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിനേക്കാളും അടിപൊളിയാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ആ പൈസയ്ക്ക് ഉപയോഗത്തായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എൻ്റെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ബൈ.